മലപ്പുറം വള്ളിക്കുന്നിൽ മുസ്ലിം ലീഗിൽ കലഹം. വള്ളിക്കുന്ന് എംഎൽഎയും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി അബ്ദുൽ ഹമീദിനെതിരെ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ അധിക്ഷേപ പരാമർശം. മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനമുന്നേറ്റ യാത്ര എംഎൽഎ ഹൈജാക്ക് ചെയ്യാൻ നോക്കിയെന്നാണ് ആരോപണം. തേങ്ങിപ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഷെരീഫ് ചേളാരിയുടെ ശബ്ദ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. ഡോക്ടർ വി പി അബ്ദുൽ ഹമീദിനെ എംഎൽഎ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി എം എ ആസീസ് ഞാൻ പറയുന്ന കാര്യമില്ല, നെഞ്ഞത്ത് കെട്ടിങ്ങാണ്ട് പല മീറ്റിങ്ങുകളിലും പറഞ്ഞതാണ്. അതുപോലെ പലരും പറഞ്ഞതാണ്. ആദ്യം വർത്താനം പറഞ്ഞിങ്ങാണ്ട് ഈ ഇപ്പോഴത്തെ എംഎൽഎ കൈക്കൊക്കെ കൊടുത്തുകൊണ്ട് അമ്മാനെ വാടാനുള്ളതല്ല വള്ളിക്കുന്ന് നിയോജകമണ്ഡലം. മുബഷീർ പി അക്ബറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മുബഷീർ, ഇതെന്താണ് വിഷയം? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന്റെ പലതരത്തിലുള്ള പ്രാദേശിക കമ്മിറ്റികളിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ശ്രുതി, മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ പ്രശ്നമുണ്ടായിരിക്കുന്നത്. അവിടെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ ഹമീദിന്റെ നേതൃത്വത്തിൽ ഒരു ജനമുന്നേറ്റ യാത്ര നടക്കുന്നുണ്ട്. പ്രാദേശിക ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിലുടനീളം തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുകൊണ്ട് അത്തരമൊരു യാത്ര സംഘടിപ്പിക്കുന്നത്. ഈ യാത്ര ഹൈജാക്ക് ചെയ്യാൻ നിലവിൽ അവിടെ നിന്ന് വിജയിച്ച ജനപ്രതിനിധിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി അബ്ദുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ എംഎൽഎയുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തി എന്നുള്ളതാണ് അവിടെയുള്ള ഒരു പഞ്ചായത്ത് ഭാരവാഹി പറയുന്നത്. രൂക്ഷമായ ഭാഷയിൽ പഞ്ചായത്ത് ഭാരവാഹി സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. വാട്സപ്പിൽ ഉൾപ്പെടെ വ്യാപകമായി ഒരു ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ ഭിന്നത തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഒരു വിഭാഗം ഈ നിലവിലവിടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റായുള്ള ഹമീദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. അതേസമയം ഇയാളെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം എംഎൽഎയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തും എന്നുള്ളതാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നുള്ളതാണ് മണ്ഡലത്തിൽ നിന്നും പൊതുവെയുള്ള ആവശ്യവിശേഷം. മുസ്ലിം ലീഗിന്റെ ഒരു കോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലം കൂടിയാണ് വള്ളിക്കുന്നിൽ എന്നുള്ളത്. അത്തരത്തിൽ അവിടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ലീഗിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ ബാധിക്കുമെന്നുള്ളത് യൂത്ത് ലീഗും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ജില്ലാ നേതൃത്വം ഇടപെടണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. തേഞ്ഞിപ്പലം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹിയുടെ ശബ്ദ സന്ദേശമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. കേവലം വള്ളിക്കുന്നിന്റെ എംഎൽഎ മാത്രമല്ല പി അബ്ദുൽ ഹമീദ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ജില്ലാ പദവിയിലിരിക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറിക്കെതിരെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഭാരവാഹിക്ക് സംസാരിക്കാൻ കഴിയുക എന്ന ചോദ്യങ്ങൾ തന്നെയാണ് ലീഗിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. അടിയന്തര ഇടപെടൽ നടത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കണം, സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മണ്ഡലത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് അവിടെ നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. മലപ്പുറം വള്ളിക്കുന്നിലാണ് ലീഗിൽ കലഹമുണ്ടായിരിക്കുന്നത്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.